Hi guys, continuation ആണ്. So SSLC യുടെ Social Science Chapter 2 World History portion ആണ് നമ്മൾ പഠിപ്പിക്കുന്നത്. So മോർണിംഗിൽ നമ്മൾ കൊളോണിയലിസം തീർത്തതിന് ശേഷം നമ്മൾ ഇമ്പീരിയലിസത്തിനോട് വന്നു. ഇമ്പീരിയലിസത്തിന് എങ്ങനെയാണ് കോളനിയെ അഫക്ട് ചെയ്യുന്ന കാര്യം പഠിച്ചു. So now we are starting with the first world war. So first world war, second world war, first world war, second world war, അതിന് ഇടയ്ക്കുള്ള എക്കണോമിക് ഡിപ്രഷന്, നാസിസം, ഫാസിസം, സെക്കൻഡ് വേൾഡ് വാർ. സോ ഇതെന്ന് പറയുന്നത് ഒരു ചെയിൻ ഓഫ് റിലേഷൻഷിപ്പ് ആണ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ ഫസ്റ്റ് വേൾഡ് വാർ തുടങ്ങാം നമുക്ക്. സോ ഒന്നാം ലോക മഹായുദ്ധം, രണ്ടാം ലോക മഹായുദ്ധം. സോ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഓക്കെ ശ്രദ്ധിച്ചോണം, ഞാനൊരു ജിസ്റ്റ് ആണ് പറയാൻ പോകുന്നത് ആദ്യം, അത് കഴിഞ്ഞ് വി വിൽ ബി ലുക്കിംഗ് ഇൻ ടു ദി ടെക്സ്റ്റ് ബുക്ക്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒന്നാം ലോക മഹായുദ്ധം നടന്നതിന്റെ കാരണം യൂറോപ്യൻ കൺട്രീസ് കോളനീസിന് വേണ്ടി തമ്മിൽ മത്സരിച്ചതാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന് കാരണം. ഒന്നാം ലോക മഹായുദ്ധം എന്തുകൊണ്ട് 1914 പൊട്ടിപ്പുറപ്പെട്ടു എന്ന് വെച്ചാൽ, ഒരു യുദ്ധം ഉണ്ടായിരുന്നു അതിനു മുമ്പ്, അതിന്റെ ഫലമായിട്ട് കുറച്ച് സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു, അതിന്റെ പേരിൽ ചില കൺട്രീസിൽ തമ്മിൽ അടിപിടി തുടങ്ങി, അങ്ങനെ നിൽക്കുന്നു പ്രശ്നം. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഓസ്ട്രിയ ഹംഗറിയുടെ അടുത്ത കിരീടാവകാശിയായ ഒരു രാജാവിനെ മറ്റൊരു രാജ്യത്തിൽ വെച്ച് വേറൊരു രാജ്യത്തിൽ നിന്നുള്ള സ്പൈസ് ആക്രമിക്കുന്നതും അവർ കൊല്ലുന്നതും. ഓക്കെ, സോ അതിൽ നിന്നാണ് ഒന്നാം ലോക മഹായുദ്ധം ഒറ്റയടിക്ക് പൊട്ടിപ്പുറപ്പെട്ടത്. വൈ ഇറ്റ് ഈസ് കോൾഡ് വേൾഡ് വാർ മീൻസ് the countries around the world either directly or indirectly got affected by the first world war or participated in the first world war. Okay, let's come to the portion. First world war. Okay, the conflicts among the imperialist powers ultimately led to entire world to a war. So what was the reason for the world war? The conflict among the imperialist power for colonies. Okay, the European nations vied with each other in establishing colonies. For colonies, they competed each other, European powers. The competition led to conflict among them and caused mutual distrust and enmity. So European continental countries തമ്മിൽ കോഓപ്പറേഷനും ഫ്രണ്ട്ഷിപ്പിനും പകരം ഡിസ്ട്രസ്റ്റ് ആൻഡ് എനിമിറ്റി ആയിരുന്നു, വിരോധവും മത്സരങ്ങളുമായിരുന്നു അവർ തമ്മിൽ. ഒരു കൺട്രി മറ്റൊരു കൺട്രി വിശ്വസിക്കത്തില്ല, എന്തൊരു എഗ്രിമെന്റ് ഉണ്ടായാൽ പോലും അവർ വിശ്വസിക്കത്തില്ല, ബിക്കോസ് ദാറ്റ് കൺട്രി ഈസ് സ്കെയർഡ് ഓഫ് സം വേ ദോസ് കൺട്രി ഈസ് ഗോയിങ് ടു ചീറ്റ് ദം. Okay, this further drove the nations to signing military alliances. Since there is mistrust between the countries, there were many secret military alliances among different European countries. Okay, so there were two major alliances formed before the World War. One is triple alliance, another one is triple entity. So triple എന്ന് പറയാൻ കാരണം 3 countries എന്നാണ്. So triple alliance, A നിങ്ങൾക്ക് ഓർത്ത് വെക്കാം ഓസ്ട്രിയ ഹംഗറി, ട്രിപ്പിൾ entity E നിങ്ങൾക്ക് ഓർത്ത് വെക്കാം ഇംഗ്ലണ്ടുമായിട്ട്. ഓക്കെ, ഈവൻ ദോ വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതാണ് അലയൻസ് എങ്കിലും പിന്നീട് ഒരു സമയത്ത് സം കൺട്രീസ് ഈ വേൾഡ് വാറിൽ ജോയിൻ ചെയ്ത കൺട്രീസ് either they joined in triple alliance group or they joined in triple entity group. Okay, so triple alliance, mainly it was an alliance between 3 nations, 3 countries, Germany, Austria Hungary and Italy. In a triple entity it was a alliance. Again ഇതൊരു alliance ആണ്. See ഇവിടെ alliance എന്നാണ് ഇതിന്റെ പേര്. So this is a group, നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞു military group, alliance എന്ന് വേണ്ടി യൂസ് ചെയ്ത് കൺഫ്യൂസ് ചെയ്യണ്ട. So triple alliance is again a group of countries, England, France and Russia. Okay, so ഈ 3 കൺട്രീസ് ആയിരുന്നു. ഈവൻ ദോ റഷ്യ ആ സമയത്ത് USSR ആയിരുന്നു, റഷ്യ ആകുന്നത് പിന്നീടാണ്. സോ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ എന്നോ USSR എന്നോ നിങ്ങൾക്ക് പറയാം, triple entity. So these 2 military alliance formed during that time. The formation of such alliances created a war atmosphere in Europe. Okay, they started manufacturing and buying lethal weapons. Earlier industrializationന്റെ ഫലമായിട്ട് more productsന്റെ ഔട്ട്പുട്ട് നോക്കിക്കൊണ്ടിരുന്ന ആൾക്കാര് now their concentration changed to development of new weapons, new lethal weapons. So പുതിയ weapons നമ്മളുടെ enemy, നമ്മളുടെ കോമ്പറ്റീറ്ററിനെ എങ്ങനെ തകർത്താം, എങ്ങനെ അവരെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യാം, അവരുടെ മാർക്കറ്റും കൂടെ അവരുടെ കോളനിയും കൂടെ എങ്ങനെ എനിക്ക് പിടിച്ചെടുക്കാം എന്ന രീതിയിലുള്ള വെപ്പൺസ് ഡെവലപ്മെന്റ് ആയി മാറി ഈ
ഇൻഡസ്ട്രിയലൈസേഷന് ലേറ്റർ ആയിട്ടുള്ള വേൾഡ് വാറിന് മുമ്പുള്ള ഒരു ഫേസ് എന്ന് പറയുന്നത്. The European nations resorted to various strategies to succeed in their imperialistic competition. Aggressive nationalism was one among them. Okay, the European nation. What is aggressive nationalism? We will see that. The European nations used aggressive nationalism to invade other countries. Okay, നമുക്ക് aggressive nationalists considered their own nation as supreme. Their own nation's policies are justified whatever be the actions of their nations. So aggressive nationalism എന്ന് പറയുന്നത് അന്ന് മാത്രമല്ല ഇന്നുമുണ്ട്. ഇന്ന് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ചൈനീസ് aggressive nationalism അവർ കാണിക്കും. Yes or no? ഒരു സമയത്ത് വേൾഡ് അറൗണ്ട് പല കൺട്രീസും ഇൻക്ലൂഡിങ് ജാപ്പനീസ് പീപ്പിളിനെ വരെ നിങ്ങൾക്ക് അറിയാം, ജാപ്പനീസും ജപ്പാനും വേൾഡ് വാറിലൊക്കെ ഇൻവോൾവ് ആകുന്നത് ഈ അഗ്രസീവ് നാഷണലിസത്തിലൂടെയാണ്. ഓക്കെ, ലെറ്റ് ബി ദെയർ. സോ അഗ്രസീവ് നാഷണലിസം എന്ന് പറയുന്നത്, നാഷണലിസം എന്ന് വെച്ചാൽ എന്താണ്? നമ്മളുടെ കൺട്രി, നമ്മളുടെ നേഷൻ, ആ നാഷണൽ ഫീലിംഗ്, നമ്മളുടെ കൺട്രി എന്ന ഫീലിംഗ് ആണ് നാഷണലിസം എന്ന് പറയുന്നത്. നമ്മൾ ഇന്ത്യയിലെ ഒരു സിറ്റിസൺ ആണ് എന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് ആ നാഷണലിസം ഫീലിംഗ് വരണമെന്നില്ല. പക്ഷെ ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആ പ്രൈഡ് ഫീലിംഗ് ചെയ്യണം. യെസ്, യു ആർ എ നാഷണലിസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. യെസ് ഓർ നോ? നൗ വാട്ട് ഈസ് അഗ്രസീവ് നാഷണലിസം? അഗ്രസീവ് നാഷണലിസം എന്ന് പറയുന്നത് എന്ത് രാജ്യത്തിന്റെ പേരിൽ പറഞ്ഞാലും അത് ശരിയാണെന്ന് പറയുന്നതാണ് അഗ്രസീവ് നാഷണലിസം. ഇഫ് സം സേ മുസ്ലിംസ് ആർ നോട്ട് പാർട്ട് ഓഫ് ഇന്ത്യൻസ്, ഭാരത് മാതാ കി ജയ് എന്നും പറഞ്ഞു കഴിഞ്ഞാൽ എഗെയിൻ അത് അഗ്രസീവ് നാഷണലിസം പോയാൽ അത് തെറ്റ്. കാര്യം ഇന്ത്യൻ സിറ്റിസൺസ് എന്ന് പറയുന്നത് എല്ലാവരും ചേർന്നതാണ്. ക്രിസ്ത്യൻസും മുസ്ലിമും ഹിന്ദുസും എല്ലാവരും അതിന്റെ പാർട്ടാണ്. ഓക്കെ, നമ്മുടെ കൺട്രിയുടെ വിവിധ പാർട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്കൊരു സൂചന തന്നത്. രാജ്യത്തിന്റെ പേരിൽ എന്ത് ചെയ്താലും അത് ശരി എന്ന് പറയുന്നത് അഗ്രസീവ് നാഷണലിസം ആണ്. ഇനി ഇന്ത്യ സഡൻലി ഇപ്പൊ കയറി പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്തു, പാകിസ്ഥാന്റെ ടെറിട്ടറി അറ്റാക്ക് ചെയ്തു, നമ്മൾ എന്ത് പറയും? ഓ, ഇന്ത്യ ഈസ് ഗുഡ്, ഇന്ത്യ ഈസ് ഗുഡ്. അഗെയിൻ ദാറ്റ് ഈസ് നോൺ ആസ് അഗ്രസീവ് നാഷണലിസം. ഈ വെദർ ദാറ്റ് ആക്ഷൻ ഈസ് ജസ്റ്റിഫൈഡ്, വെദർ ദാറ്റ് ആക്ഷൻ വാസ് ഫെയർ. ഓക്കെ, അത് ശരിയാണോ എന്നൊരു നോട്ടം കൂടെ വേണം. ഒരിക്കലും അഗ്രസീവ് നാഷണലിസം എടുത്തുകൊണ്ട് പോകരുത് നമ്മളുടെ ഫീലിങ്സിനെ. ഓക്കെ, കം ബാക്ക് ടു ദ പോയിന്റ്. സോ വേൾഡ് വാർ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അഗ്രസീവ് നാഷണലിസം ആണ്. കൺട്രീസ് എല്ലാം പറയാം, ഓക്കെ ഞങ്ങളുടെ കൺട്രിയാണ് ഗുഡ്. ജർമ്മൻസ് പറയാം, ജർമ്മൻ കൺട്രിയാണ് ഗുഡ്. അതുകൂടാതെ ജർമ്മനിയിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് പല റീജിയൻസിൽ ഡിസ്ട്രിബ്യൂട്ട് ആയിരുന്നു. ഓക്കെ, സോ ജർമ്മനിയുടെ പാൻ ജർമ്മൻ മൂവ്മെന്റിന്റെ പരമായിട്ട് അവർക്ക് ആ ജർമ്മൻ പോപ്പുലേഷൻ ഉള്ള റീജിയൻ എല്ലാം ഒരുമിച്ച് കൊണ്ടുവരണം. സപ്പോസ് ഇപ്പൊ പറയാം, ഇന്ത്യക്കാർ എവിടെല്ലാം മോർ കോൺസെൻട്രേഷൻ ഉണ്ടോ ആ റീജിയൻ എല്ലാം ഞങ്ങൾക്ക് ഇന്ത്യയുടെ അണ്ടറിലാക്കണം. നമ്മൾ UAE അറേബ്യൻ കൺട്രീസും പോയാൽ അവിടെ ഇന്ത്യൻസ് ലാക്സ് ഓഫ് പീപ്പിൾ ഉണ്ട്. നമ്മൾ പറയാ അവിടെ അത്രയും ഇന്ത്യൻസ് ഉണ്ട്. ഇന്ത്യൻസിന്റെ ഇൻട്രസ്റ്റ് സംരക്ഷിക്കാൻ വേണ്ടി വി ആർ ഗോയിങ് ടു അറ്റാച്ച് UAE, വി ആർ ഗോയിങ് ടു അറ്റാച്ച് അറേബ്യൻ കൺട്രീസ്. ഇസ് ഇറ്റ് ഫെയർ? നോ. സിമിലർ കണ്ടീഷൻ ആണ് അന്ന് നടന്നത്. എവിടെല്ലാം ജർമ്മൻസ് ഉണ്ടോ ആ കൺട്രി, ആ റീജിയൻ മൊത്തം ഞങ്ങളുടേതാണ്, ഞങ്ങൾക്ക് ഒരുമിച്ച് വരണം എന്ന രീതിയിൽ ഒരു മൂവ്മെന്റ് ഉണ്ടായി. ദാറ്റ് ഈസ് നോൺ ആസ് ദിസ് അഗ്രസീവ് നാഷണലിസം. അതിന്റെ ഫലമായിട്ടുള്ള പാൻ ജർമ്മൻ മൂവ്മെന്റ്, പാൻ സ്ലേവ് മൂവ്മെന്റ്. സ്ലേവ് മീൻ സ്ലോവാക്യ, ചെക്കോസ്ലോവാക്യ നിങ്ങൾ കേട്ടാണ്. അതും അഗെയിൻ ഈ സ്ലേവ് ജർമ്മൻ ഇതൊക്കെ എന്തുവാണെന്ന് വെച്ചാൽ ഇറ്റ്സ് കൈൻഡ് ഓഫ് എത്തിനിസിറ്റിയാണ്. ഞങ്ങൾ ഒരേ റേസ് വരുന്നതാണ്, റേഷ്യൽ ഗ്രൂപ്പ്സ് ആണ്, ആ രീതിയിൽ. ഓക്കെ, സോ വേരിയസ് മൂവ്മെന്റ്സ് ഇൻ യൂറോപ്പ് സച്ച് ആസ് പാൻ സ്ലേവ്, പാൻ ജർമ്മൻ, റിവെഞ്ച് മൂവ്മെന്റ് വെയർ ഓഫ് ഷൂട്ട് ഓഫ് ദീസ് അഗ്രസീവ് നാഷണലിസം. ഓക്കെ, നമ്മൾ കാരണങ്ങൾ കണ്ടു. സോ വാട്ട് വെയർ ദ റീസൺസ് ഫോർ ഫസ്റ്റ് വേൾഡ് വാർ? One is the increasing mutual distrust and enmity between the European countries. ഒരെണ്ണമാണെന്ന് പറയാം. രണ്ട്, the conflict among the imperialist powers over colonies, the competition among them. Two, third one, the formation of military alliances, secret pact. മൂന്ന്, നാല്, aggressive nationalism you can say. Okay, so aggressive നാഷണലിസത്തിന്റെ ഫലമായിട്ടുള്ള പാൻ സ്ലേവ് മൂവ്മെന്റ്, പാൻ ജർമ്മൻ മൂവ്മെന്റ്, റിവെഞ്ച് മൂവ്മെന്റ്. നോക്കാം നമുക്ക് എന്തുവാണ്. റഷ്യ വാണ്ടഡ് ടു യുണൈറ്റ് സ്ലാവിക് പീപ്പിൾ ഓഫ് സെർബിയ, ബൾഗേറിയ, ഗ്രീസ്. ഈ കൺട്രീസ് എല്ലാം നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് ഒരു മാപ്പ്. ഇതാണ് ബാൾട്ടിക് റീജിയൻ എന്ന് പറയുന്നത്. സോ ബാൾട്ടിക്, ഇതിനകത്ത് രണ്ട് പേരുകൾ നിങ്ങൾ കാണും. രണ്ടാമത്തെ നോക്കണ്ട, ആദ്യത്തെ നോക്കിയാൽ മതി. സോ ബാൾട്ടിക് റീജിയൻ എന്ന് പറയുന്നത് ഇതാണ്. ജോഗ്രഫിക്കലി ബാൾട്ടിക് റീജിയൻ. കൾച്ചറൽ ബാൾട്ടിക് റീജിയൻ എന്ന് പറയുന്നത് എവിടെല്ലാം ബാൾട്ടിക് ആയിട്ട് അസോസിയേറ്റ് ചെയ്ത പീപ്പിൾ ഉണ്ടോ അതെല്ലാമാണ് പറയുന്നത്. സോ ബോസ്നിയ നിങ്ങൾക്ക് കാണാമോ? ഓക്കെ, സെർബിയ നിങ്ങൾക്ക് കാണാമോ? ഇവിടെ വരും ഓസ്ട്രിയ, ഹംഗറി. ആർ യു ഗെറ്റിംഗ് ഇറ്റ്?
So Slavic people, Serbia, Bulgaria, Greece, etc. in the Eastern Europe under her leadership. So റഷ്യക്ക് സ്ലാവിക് പീപ്പിളിനെ എല്ലാം ഒരുമിച്ച് കൊണ്ടുവരണം, റഷ്യയുടെ ലീഡർഷിപ്പിൽ ഒരുമിച്ച് കൊണ്ടുവന്ന് യുണൈറ്റ് ചെയ്ത് ആ റീജിയൻ എല്ലാം കൂടെ ഇൻ റിയാലിറ്റി എവിടെല്ലാം സ്ലാവിക് പീപ്പിളിന്റെ കോൺസെൻട്രേഷൻ ഉണ്ടോ അവരെല്ലാം ഒരുമിച്ച് കൊണ്ടുവരണം, ഓർ ആ റീജിയൻ എല്ലാം ഒരുമിച്ച് ചേർന്ന ഒരു പാൻ സ്ലേവ് കൺട്രി ഉണ്ടാകണം എന്ന രീതിയിൽ റഷ്യ ലീഡ് ചെയ്ത മൂവ്മെന്റ് ആണ് പാൻ സ്ലേവ് മൂവ്മെന്റ്. പാൻ ജർമ്മൻ മൂവ്മെന്റ് ടു എസ്റ്റാബ്ലിഷ് ദ ഡോമിനൻസ് ഇൻ സെൻട്രൽ യൂറോപ്പ് ആൻഡ് ബാൽക്കൻ പ്രൊവിൻസസ്. ജർമ്മനി പ്ലാൻഡ് ടു യുണൈറ്റ് ട്യൂട്ടോണിക് പീപ്പിൾ. ട്യൂട്ടോണിക് പീപ്പിൾ എന്ന് വെച്ചാൽ ജർമ്മൻ റേസ് ഉള്ള പീപ്പിൾ ആണ്. സോ ട്യൂട്ടോണിക് പീപ്പിളിനെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിന് പകരം ട്യൂട്ടോണിക് പീപ്പിൾ ഉള്ള റീജിയൻ എല്ലാം ഒരുമിച്ച് കൊണ്ടുവന്ന ഒരു പാൻ ജർമ്മൻ. ദിസ് പാൻ ജർമ്മൻ മൂവ്മെന്റ് കെയിം ഇൻ ടു ബീയിങ് അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് ജർമ്മനി. ജർമ്മനിയുടെ ലീഡർഷിപ്പിൽ ഒരു പാൻ ജർമ്മൻ അസോസിയേഷൻ ഫോം ചെയ്യണം. ഇനി റിവെഞ്ച് മൂവ്മെന്റ്. റിവെഞ്ച് എന്ന് വെച്ചാൽ എന്താണ്? പ്രതികാരമാണ്. അഗെയിൻ റിവെഞ്ച് മൂവ്മെന്റ് ഈസ് ആൾസോ ആൻ ഓഫ് ഷൂട്ട് ഓഫ് അഗ്രസീവ് നാഷണലിസം. നോക്കാം നമുക്ക്. 1871 ജർമ്മനി ഒക്കുപ്പൈഡ് അൽസാക്ക് ലൊറൈൻ. അൽസാക്ക് ലൊറൈൻ എന്ന് പറയുന്നത് ഫ്രാൻസിനും ജർമ്മനിക്കും ഇടയ്ക്കുള്ള ഒരു വളരെ മിനറൽ റിച്ച് ആയിട്ടുള്ള ഒരു റീജിയൻ ആണ്. അന്നത്തെ മിനറൽ റിച്ച് എന്ന് പറയുന്നത് കോൾ എന്ന് പറയുന്നത്, നമ്മുടെ കൽക്കരി ഉണ്ടല്ലോ, കോൾ എന്ന് പറയുന്നത് ഒരു മിനറൽ റിച്ച് ആണ്. കാര്യം സ്റ്റീൽ ഇൻഡസ്ട്രിക്ക് മെയിൻ ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് എന്ന് പറയുന്നത്. കോൾ കൂടാതെ അയൺ ഓർ, ഇരുമ്പയിരില്ലേ, സോ അയൺ ഓർ കോൾ ഒരുപാടുള്ള ഒരു റീജിയൻ ആണ്, മിനറൽ റിച്ച് റീജിയൻ ആണ് അൽസാക്ക് ലൊറൈൻ എന്ന് പറയുന്നത്. സോ 1871 ജർമ്മനിയും ഫ്രാൻസും തമ്മിലൊരു യുദ്ധം ഉണ്ടായിരുന്നു. അതിനുശേഷം ജർമ്മനി ഒക്കുപ്പൈഡ് ദീസ് അൽസാക്ക് ലൊറൈൻ ടെറിട്ടറീസ് that were under the control of France once upon a time. To regain these territories, revenge movement formed in France. So ഫ്രാൻസിലെ പോപ്പുലർ സപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് അൽസാക്ക് ലൊറൈൻ എന്ന് പറഞ്ഞ റീജിയൻ കിട്ടണം, എങ്കിൽ മാത്രമേ ഇൻഡസ്ട്രിയലൈസേഷൻ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. So that is known as revenge movement. Understood? The imperialist rivalry drove the European countries into several crises, among which Moroccan crisis and Balkan crisis are considered to be important. മൊറോക്ക എന്ന് പറയുന്നത് ആഫ്രിക്കയുടെ നോർത്ത് വെസ്റ്റിൽ പറയുന്ന ഒരു കൺട്രിയാണ് മൊറോക്ക എന്ന് പറയുന്നത്. ബാൽക്കൻ റീജിയൻ ഞാൻ നിങ്ങൾക്ക് ആൾറെഡി കാണിച്ചു തന്നു, ബാൽക്കൻ റീജിയൻ എന്താണ്. ഓക്കെ, സോ മൊറോക്കൻ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബാൽക്കൻ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഗെയിൻ മൊറോക്കൻ ക്രൈസിസും ബാൽക്കൻ ക്രൈസിസും ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് ഇമ്പീരിയലിസ്റ്റ് ക്രൈസിസ്. എന്താണ് ഇമ്പീരിയലിസ്റ്റ് ക്രൈസിസ് എന്ന് പറയുന്നത്? ഇത് വായിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിങ്ങൾക്ക് ഇൻഡിക്കേഷൻ തരാം. എവിടെയോ ഇമ്പീരിയലിസ്റ്റ് കൺട്രീസ് അവരുടെ കോളനീസ് ഡിവൈഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സെറ്റിൽമെന്റോ അടിപിടികളോ സീക്രട്ട് പാക്റ്റുകളോ ആയിരിക്കും കാരണം. നോക്കാം നമുക്ക്. സോ മൊറോക്ക എന്ന് പറയുന്ന ആഫ്രിക്കയുടെ നോർത്ത് വെസ്റ്റിലുള്ള ഒരു കൺട്രിയാണ് ഇപ്പോൾ. സോ മൊറോക്കൻ ക്രൈസിസ്, എ സീക്രട്ട് ട്രെറ്റി വാസ് സൈൻഡ് ബിറ്റ്വീൻ ബ്രിട്ടൻ ആൻഡ് ഫ്രാൻസ്. ശ്രദ്ധിച്ചോണം, ഇറ്റ് വാസ് എ സീക്രട്ട് ട്രെറ്റി ബിറ്റ്വീൻ ബ്രിട്ടൻ ആൻഡ് ഫ്രാൻസ് എന്നാണ് 1904. According to this, British recognized the claim of France over Morocco. മൊറോക്കോയുടെ മേലുള്ള ഫ്രാൻസിന്റെ അധികാരം ബ്രിട്ടൻ റെക്കഗ്നൈസ് ചെയ്തു. സീക്രട്ട് ആണ്, സീക്രട്ട് ആയിട്ട് ബ്രിട്ടൻ അനുവദിച്ചു ഫ്രാൻസിനെ അത് ഉപയോഗിക്കാൻ. The French claim over Morocco was opposed by German. സോ ജർമ്മനിക്ക് മൊറോക്കോയുടെ മേളിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. ബ്രിട്ടൻ സീക്രട്ട് ആയിട്ട് അക്സെപ്റ്റ് ചെയ്തു, പക്ഷെ ജർമ്മനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ജർമ്മനി സെൻഡ് എ ബാറ്റിൽ ഷിപ്പ് ടു ദ മൊറോക്കൻ പോർട്ട് അഗാദിർ. France agreed to transfer part of French Congo. So Congo region ഉണ്ടല്ലോ, ആ കോങ്കോ റീജിയൻ ഉള്ള ഫ്രഞ്ച് കോങ്കോയുടെ ഒരു റീജിയൻ ജർമ്മനിക്ക് കൊടുക്കാന്ന് പറഞ്ഞു. സോ ആൻഡ് ജർമ്മനി agreed to concede to Morocco to France in return. Thus the problem was solved temporarily, however their rivalry continued. So ജർമ്മനിയും ഫ്രാൻസും തമ്മിലുള്ള ഒരു ചെറിയ കോമ്പറ്റീഷൻ ആണ്. ആഫ്രിക്കൻ കൺട്രീസിനെ ഡിവൈഡ് ചെയ്യുന്നത് നമ്മൾ ബലത്തിന്റെ പേരിലാണെങ്കിൽ, if we are going to use force, Germany said we have a force. കാര്യം ഇൻഡസ്ട്രിയലൈസേഷന് ശേഷം ജർമ്മനി വളരെ ഫാസ്റ്റ് ആയിട്ട് ആം ചെയ്തു അവർ themselves. Why? Because ഇൻഡസ്ട്രിയലൈസേഷന്റെ ഒരു ഓഫ് ഷൂട്ട് ആയിട്ട് വന്നത് കൊളോണൈസേഷൻ ആണ്. കോളനീസ് ഉണ്ടെങ്കിൽ മാത്രമേ യൂറോപ്യൻ കൺട്രീസിന് ഒരു പരിധിയിലപ്പുറം വളരാൻ പറ്റൂ എന്നൊരവസ്ഥ വന്നതുകൊണ്ടാണ് there started the armed struggle over the colonies. ഫോർ എക്സാമ്പിൾ ഇന്ത്യയിൽ തന്നെ പല യൂറോപ്യൻ കൺട്രീസും, പോർച്ചുഗൽ ഉണ്ടായിരുന്നു, ഡച്ച് ഉണ്ടായിരുന്നു, ബ്രിട്ടീഷ് ഉണ്ടായിരുന്നു, ഫ്രഞ്ച് ഉണ്ടായിരുന്നു, ഇവരെല്ലാം ആംഡ് സ്ട്രഗിൾ ഇന്ത്യയിൽ നടത്തിയിട്ടുണ്ട് ഫോർ ഇറ്റ്സ് കോളനി. അവസാനം സുപ്രീമസി കിട്ടിയത് ബ്രിട്ടീഷിനാണ്, അതുകൊണ്ടാണ് അവർ കണ്ടിന്യൂ ചെയ്തത്. ഓക്കെയാ. സോ മൊറോക്കൻ ക്രൈസിസ് എന്ന് വെച്ചാൽ എന്താണ്? മൊറോക്കൻ ക്രൈസിസ് ഒരു 1904 ഒരു സീക്രട്ട് ട്രെറ്റ് വഴി ബ്രിട്ടനും ഫ്രാൻസും ഉണ്ടാക്കിയ ഒരു ട്രെറ്റ് വഴി ഫ്രാൻസിന് മൊറോക്കോ വിട്ടുകൊടുത്തു ബ്രിട്ടൻ.
Germany not agreed with that. Germany sent its a battleship. Okay, സെറ്റിൽമെന്റിന് വേണ്ടി ഫ്രാൻസിന്റെ ഒരു കോളനിയായ ഫ്രഞ്ച് കോങ്കോയുടെ ഒരു റീജിയൻ, കോങ്കോ റീജിയൻ, കോങ്കോയും ആഫ്രിക്കൻ ആണ്, ഈസ്റ്റേൺ റീജിയനിൽ വരും. സോ കോങ്കോ റീജിയൻ ആർക്ക് വിട്ടുകൊടുത്തു? ജർമ്മനിക്ക് വിട്ടുകൊടുത്തു. തൽക്കാലത്തേക്ക് സെറ്റിൽമെന്റ് വരുത്തി. ഓക്കെ, പക്ഷെ അവരുടെ മനസ്സിലുണ്ട്, അൽസാക് ലൊറൈൻ ആൾറെഡി അവർ തമ്മിലുള്ള മനസ്സിലുണ്ട്. നൗ കം ടു ദ ബാൽക്കൻ ക്രൈസിസ്. ബാൽക്കൻ റീജിയനിലുള്ള എന്തോ ഒരു ക്രൈസിസ് ആണത്, നോക്കാം. സോ ബാൽക്കൻ റീജിയൻ ഈസ് സിറ്റുവേറ്റഡ് ഇൻ യൂറോപ്പ് ക്ലോസ് ടു ഐഗിയൻ സീ. ഐഗിയൻ സിയുടെ നിയർ ബൈ, അതായത് ഗ്രീസിനും തുർക്കിക്കും ഇടയിലുള്ള ഈ സീ ആണ് ഐഗിയൻ സീ. നിങ്ങൾക്ക് കാണാം ഐഗിയൻ സീ ഇവിടാണ്, മെഡിറ്ററേനിയൻ സീ ആണ് ഇവിടെ വരുന്നത്, ഇവിടാണ് ആഫ്രിക്കൻ കോണ്ടിനെന്റ് വരുന്നത്. ആഫ്രിക്കൻ കോണ്ടിനെന്റ് നിങ്ങൾ കാണുന്നില്ലേ, ഇവിടെ മെഡിറ്ററേനിയൻ സീ നിങ്ങൾ കണ്ടോ? ഈ മെഡിറ്ററേനിയൻ സീയുടെ റൈറ്റ് സൈഡ് അതാണ് ഇത് വരുന്നത്, ഗ്രീസ്, തുർക്കി, അതിന്റെ ഇടയ്ക്കുള്ള ഐഗിയൻ സീ. ഈ റീജിയനാണ് ബാൽക്കൻ റീജിയൻ എന്ന് പറയുന്നത്. ഇറ്റ് വാസ് പാർട്ട് ഓഫ് ഓട്ടോമാൻ എംപയർ. നമുക്കറിയാം നമ്മളുടെ 11ാമത്തെ നൂറ്റാണ്ട് തുടങ്ങുമ്പോൾ ഓട്ടോമാൻ എംപയർ ആയിരുന്നു ആക്ച്വലി ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു എംപയർ എന്ന് പറയുന്നത്. റോമൻ എംപയറിന് ശേഷം വരുന്നതാണ് ഓട്ടോമാൻ എംപയർ എന്ന് പറയുന്നത്. ഇറ്റ് വാസ് പാർട്ട് ഓഫ് ദ ഓട്ടോമാൻ എംപയർ ഇൻ 1912. 1912 ബാൽക്കൻ ലീഗ് ഡിഫീറ്റഡ് തുർക്കി. ബാൽക്കൻ ലീഗ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രീസും ബൾഗേറിയയും സെർബിയയും എല്ലാവരും കൂടെ ചേർന്ന് ഉള്ള ഒരു ലീഗാണ്. ദേ ഡിഫീറ്റഡ് തുർക്കി. മോണ്ടിനീഗ്രോ, ബാൽക്കൻ ലീഗിൽ ഏതൊക്കെ കൺട്രീസാണ് ഉള്ളത്? ഗ്രീസ് ഉണ്ട്, ബൾഗേറിയ ഉണ്ട്, തുർക്കി ഉണ്ട്, ബൾഗേറിയ ഉണ്ട്, സെർബിയ ഉണ്ട്, മോണ്ടിനീഗ്രോ ഉണ്ട്. സി, വളരെ എപ്പോഴും നിങ്ങൾ രാജ്യങ്ങൾ പഠിക്കുകയാണെങ്കിലോ റീജിയനുകൾ പഠിക്കുകയാണെങ്കിലോ എപ്പോഴും മാപ്പ് ബേസ്ഡ് പഠിക്കണം. ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു റിമെമ്പർ തിങ്സ്. ഹൗഎവർ ദ കോൺഫ്ലിക്ട് എമംഗ് ദി അലീഡ് നേഷൻസ്, അലീഡ് നേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അലീസിനാണ് പറയുന്നത്, അലീഡ് നേഷൻസ് ഓൺ ഷെയറിംഗ് ദ ബെനിഫിറ്റ് ഓഫ് ദ വാർ ലെഡ് ടു ദ ബ്രേക്കപ്പ്. സിമ്പിൾ ആണ്, അതായത് കുറച്ച് രാജ്യങ്ങൾ ചേർന്ന് ബാൽക്കൻ റീജിയനിൽ തുർക്കിയുമായിട്ട് വഴക്കൂടി തുർക്കിയുടെ അണ്ടറിലുള്ള ഈ ബാൽക്കൻ ഏരിയയെ അവര് വിൻ ചെയ്തെടുത്തു. പക്ഷേ ആ കിട്ടിയ റീജിയനെ ഈ കൺട്രികൾ തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നതിൽ അവർ എഗെയിൻ അടികൂടി. എഗെയിൻ അവിടെ ഒരു ബാൽക്കൻ ക്രൈസിസ് ഫോം ചെയ്തു. ദേ വെയർ വെയിറ്റിംഗ് ഫോർ ആൻ ഓപ്പർച്യൂണിറ്റി ടു ഫൈറ്റ് ആൻ ആൾ ഔട്ട് വാർ that they got by World War First. ഇനി when Austria laid the claim over the Balkan region, Austria Hungary Balkan regional claim പറഞ്ഞപ്പോൾ with the support of the Germany, Serbia claimed the region support of Russia. Later സെർബിയയെ സപ്പോർട്ട് ചെയ്യാൻ ബ്രിട്ടനും വന്നു, ഫ്രാൻസും വന്നു. കാര്യം എന്തുവാ? ജർമ്മനിക്ക് എഗെയിൻസ്റ്റ് ആണ് ഫ്രാൻസ്. ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ നോക്കി എന്നതാണ്. ജർമ്മനിയും ഫ്രാൻസും ഓസ്ട്രിയ ഹംഗറിയും ഒരു സൈഡിലും സെർബിയയെ സപ്പോർട്ട് ചെയ്തുന്ന ബ്രിട്ടനും ഫ്രാൻസും ലേറ്റർ റഷ്യയും അതിനകത്ത് ജോയിൻ ചെയ്തു. സോ ജർമ്മനി, ഓസ്ട്രിയ ഹംഗറി, ഇറ്റലി ഇവരുടെ പാർട്ടിൽ വന്നു. സോ ഇറ്റലിയും ഇംഗ്ലണ്ടും ഫ്രാൻസും റഷ്യയും റൈറ്റ് സൈഡിലും വന്നു. ഓക്കെയാ? സോ അങ്ങനെയാണ് അവരുടെ അലയൻസ് ഫോം ചെയ്യുന്നത്. നോക്കാം. സോ ഇനി എന്താണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റീസൺ, എന്തുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങനെ ഒരു വേൾഡ് വാർ പൊട്ടിപ്പുറപ്പെട്ടത്? അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓർ ദ സ്പാർക്ക് ഓഫ് ദ വേൾഡ് വാർ. സെർബിയൻ യൂത്ത് Gavrilo Princip assassinated Francis Ferdinand. Who is Francis Ferdinand? He is the heir to the throne of Austria. So Austria'de കിരീടാവകാശിയായ Francis Ferdinand, the heir to the throne of Austria, Francis Ferdinand was assassinated by a Serbian youth, Gavrilo Princip, where at the Bosnian capital when July 1914. ഓസ്ട്രിയ ഹെൽഡ് സെർബിയ റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്. ഓസ്ട്രിയ പറഞ്ഞു സെർബിയ ആണ് ഇതിന് റെസ്പോൺസിബിൾ ആൻഡ് ഡിക്ലെയർഡ് വാർ ഓൺ സെർബിയ ഓൺ 28 ജൂലൈ 1914. സോ 28 ജൂലൈ 1916 വേൾഡ് വാർ തുടങ്ങുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 28 ജൂലൈ 1914 ഓസ്ട്രിയ പറഞ്ഞു സെർബിയ അസാസിനെ വിട്ടാണ് ഞങ്ങളുടെ കിരീടാവകാശി കൊന്നത്. സെർബിയ പറഞ്ഞു ഇല്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പൊ ഓസ്ട്രിയ ഹംഗറി സെർബിയ അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. അറ്റാക്ക് ചെയ്യാതിരിക്കാൻ ചില കണ്ടീഷൻസ് അവർ പറഞ്ഞു. ആ കണ്ടീഷൻസിനകത്ത് ഒരെണ്ണം എന്ന് പറയുന്നത്, ഒന്ന്, ഒരു എൻക്വയറി വേണം എന്ന് പറഞ്ഞു. പക്ഷെ ആ എൻക്വയറിക്ക് ഓസ്ട്രിയയിൽ നിന്ന് ആൾ വന്ന് എൻക്വയറി ചെയ്യും. 2, സെർബിയ മാപ്പ് പറയണം എന്ന് പറഞ്ഞു. സെർബിയ സെഡ് ഐ എം നോട്ട് റെഡി ഫോർ ദിസ് പ്ലീഡിങ് ടു യു. സോ അങ്ങനെ ആണ് ഈ വാർ പുറപ്പെടുന്നത്. സെർബിയക്ക് എഗ്രി ചെയ്യാൻ പറ്റാത്തുള്ള കണ്ടീഷൻ ഓസ്ട്രിയ മുന്നോട്ട് വെച്ചു. ആ കണ്ടീഷൻ നിങ്ങൾ ഫോളോ ചെയ്തില്ലെങ്കിൽ വി വിൽ അറ്റാക്ക് യു. ദാറ്റ് ഈസ് ദ റീസൺ. സോ ഡിഫറെന്റ് റീസൺസ് നമ്മൾ കണ്ടു വേൾഡ് വാറിന്. മ്യൂച്വൽ ഡിസ്ട്രസ്റ്റ്, ദ ഫൈറ്റ് ഓവർ കോളനീസ്, ദെൻ earlier unsettled disputes or different revenge. അൽസാക്ക് ലൊറൈൻ ആകാം റിവെഞ്ചിന് കാരണം, ബാൽക്കൻ റീജിയനിലെ റിവെഞ്ച് ആകാം കാര്യം, മൊറോക്കോ ക്രൈസിസ് ആകാം കാരണം.
അതിനുശേഷം സ്പാർക്ക് നമ്മൾ കണ്ടു. What is the spark? The assassination of heir to the throne of Austria, Francis Ferdinand, by a Serbian youth. Okay, so the allied nation rushed to help their allies. Almost all nations of the world, around the world, directly or indirectly participated. That's why this is known as World War. So അതാണ് ഫസ്റ്റ് വേൾഡ് വാർ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം ആഫ്റ്റർ മത്ത് ഓഫ് ദ വാർ എന്താണ്. വേൾഡ് വാറിന്റെ ഫലമായിട്ട് എന്ത് പറ്റിയെന്ന്? പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഫസ്റ്റ് വേൾഡ് വാർ 1918 എൻഡ് ചെയ്തു. Over 10 million people lost their lives or were injured in the war. Agriculture, industry, communication system were destroyed. Poverty, unemployment, inflation increased. Economic dominance of Europe diminished. Europe ആയിരുന്നല്ലോ economic power, ഇപ്പൊ അത് പോയി, നശിച്ചു. കാര്യം എന്താ? Full power you have contributed to the war, you have wasted that resources. Liberation movement in Asia and Africa strengthened. So ഏഷ്യയും ആഫ്രിക്കയിലും മെയിനായിട്ട് കോളനീസ് ആക്കി വെച്ചുകൊണ്ട് അവരുടെ റോ മെറ്റീരിയൽസിനെ യൂസ് ചെയ്ത് അവരെ മാർക്കറ്റായിട്ട് യൂസ് ചെയ്തുകൊണ്ട് who grown a lot? European nations. Now over that colonies, European nations fought among themselves and they wasted their own resources and they almost became weak. When these countries became weak, the liberation movements in Asia and Africa got a better hold. They got strengthened. So in a bid to bring about peace in the world, the League of Nations was formed. So World War ഫസ്റ്റിന് ശേഷം വന്ന ഒരു പീസ് ഓർഗനൈസേഷൻ ആണ് ലീഗ് ഓഫ് നേഷൻ. ഇപ്പൊ ഇന്ന് നമുക്ക് യുണൈറ്റഡ് നേഷൻസ് ഇല്ലേ, യുണൈറ്റഡ് നേഷൻ വേൾഡ് വാർ 2 ശേഷം വന്നതാണ്. വേൾഡ് വാർ ഫസ്റ്റിന് ശേഷം വന്നതാണ് ലീഗ് ഓഫ് നേഷൻ. ലീഗ് ഓഫ് നേഷൻ ഫെയിൽ ആയി, അതുകൊണ്ടാണ് വേൾഡ് വാർ 2 വന്നത്. അതിനുശേഷം വന്നതാണ് യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ. ഓക്കെയാ? ഓക്കെയാ? സോ ഗ്രാൻഡ് ഇല്യൂഷൻ എന്ന് പറയുന്ന മൂവി, അതിനുശേഷം ഓൾ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട് എന്ന് പറയുന്ന മൂവി, ഇതെല്ലാം വേൾഡ് വാർ ഫസ്റ്റിന്റെ ഫലമായിട്ടുള്ളതാണ്. സോ അതിന്റെയൊക്കെ പോസ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രാൻഡ് ഇല്യൂഷൻ, ഓൾ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട്, ദെൻ പാറ്റ്സ് ഓഫ് ഗ്ലോറി, ഇതെല്ലാം വേൾഡ് വാർ ഫസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട മൂവീസ് ആണ്. യു ക്യാൻ റീഡ് ദാറ്റ്. ഓക്കെയാ? ഓക്കെ. നൗ പീസ് എഫോർട്ട്. സോ ഒരു വാർ കഴിഞ്ഞാൽ അത് പീസ് കൺക്ലൂഡ് ചെയ്യണ്ടേ, പീസിന് വേണ്ടി അവർക്ക് ഒരു എഗ്രിമെന്റ് ഫോം ചെയ്യണ്ടേ, അതാണ് ഈ പീസ് എഫോർട്ട് എന്ന് പറയുന്നത്. വേൾഡ് വാർ ഫസ്റ്റിന് ശേഷം വന്ന പീസ് എഗ്രിമെന്റ് പാരീസ് ട്രെറ്റി ആയിരുന്നു. 1919 1918 വാർ തീർന്നു, പാരീസ് ട്രെറ്റി 1919 ഫോം ചെയ്തു. സോ കീപ് ഇൻ മൈൻഡ്, വേൾഡ് വാർ ഫസ്റ്റിന് ശേഷം ഒരു എഗ്രിമെന്റ് അല്ല ഉണ്ടായത്. ഈവൻ ദോ നിങ്ങളുടെ ബുക്കിൽ ട്രെറ്റി ഓഫ് വെഴ്സൈലീസ് എന്ന് പറയുന്ന ഒരു എഗ്രിമെന്റിനെ പറ്റി പറയുന്നെങ്കിലും ഒരു എഗ്രിമെന്റ് അല്ല, ആക്ച്വലി 7 എഗ്രിമെന്റുകൾ ഉണ്ടായിരുന്നു നമ്മളുടെ വേൾഡ് വാർ ഫസ്റ്റിന് ശേഷമുള്ള പീസ് ട്രെറ്റിയുമായിട്ട് ഫലമായിട്ട്. പക്ഷെ അത് പല കൺട്രീസുമായിട്ട് പല ഇയേഴ്സിൽ നടന്ന എഗ്രിമെന്റ് ആണ്, സെറ്റ് ഓഫ് എഗ്രിമെന്റ് ആണ്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ട്രെറ്റി ഓഫ് വെഴ്സൈലീസ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വേൾഡ് വാർ 2 ഉണ്ടല്ലോ, വേൾഡ് വാർ 2 തുടങ്ങാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ദ പ്രൊവിഷൻസ് ഓഫ് വെഴ്സൈലീസ് ട്രെറ്റി ആണ്. വേൾഡ് വാർ 2 തുടങ്ങാനുള്ള കാരണം എന്ന് പറയുന്നത് ഒന്ന് ദ ഇംപ്രോപ്പർ എക്സിക്യൂഷൻ ഓഫ് ദ പ്രൊവിഷൻസ് ഓഫ് വെഴ്സൈലീസ് ട്രെറ്റി ആണ്. വേൾഡ് വാർ 2 തുടങ്ങുന്നതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ദി very stringent and unreasonably harsh provisions of Versailles Treaty ആണ്. ഞാൻ രണ്ട് വേർഷൻ ഓഫ് Versailles Treaty ഒന്ന് ഇറ്റ് ഈസ് unreasonably unjustifiably harsh provisions ആയിരുന്നു Versailles Treaty. harsh provisions on whom? ആ harsh provisions on Germany ആയിരുന്നു. രണ്ട് ഹാർഷ് തന്നെ സംഭവിച്ചു, പക്ഷെ വേഴ്സൈലീസ് ട്രീറ്റിയിലെ പ്രൊവിഷൻസ് കറക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തില്ല. ഈ രണ്ട് ഫെയിലർ ആണ് വേൾഡ് വാർ 2 കാരണമായത്. അതുകൊണ്ടാണ് വേഴ്സൈലീസ് ട്രീറ്റി വി സ്റ്റഡി ഇൻ മോർ. Okay, so a peace conference was convened in Paris in 1919 to discuss post-war situation. Under the leadership of whom? Under the leadership of the victors. Who are the victors? The Triple Alliance Group. Sorry, Triple Alliance alla, Triple Entente Group. Sorry, Triple Alliance alla, Triple Entente. England, E for England. Or ഇവരെ സെൻട്രൽ പവേഴ്സ് എന്നും പറയും ചിലപ്പോൾ. Okay, yeah. They signed different treaties with the defeated nations. പല എഗ്രിമെന്റുകളും ഉണ്ട്. Among these treaties, Versailles Treaty ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. Okay, yeah. With the Germany 1909, the most important one. According to this treaty, German colonies were divided among the victorious powers. ജർമ്മനിക്ക് ഒരുപാട് കോളനീസ് ഉണ്ടായിരുന്നല്ലോ ആഫ്രിക്കയിലൊക്കെ. ആ കോളനീസ് now they are going to distribute among themselves.
Germany was forced to pay huge amount as war indemnity. വാറിനുള്ള പെനാൽറ്റി ആയിട്ട് പിഴയായിട്ട് ഒരു ഹ്യൂജ് എമൗണ്ട് ജർമ്മനി പേ ചെയ്യണമായിരുന്നു ഈ കൺട്രീസിന്. കാര്യം ജർമ്മനിയാണ് കുറ്റക്കാരൻ എന്ന രീതിയിൽ ട്രീറ്റി ഓഫ് വേഴ്സൈൽസ് പറഞ്ഞു. The Allies occupied the rich mines of Germany. ജർമ്മനിക്ക് ഉണ്ടായിരുന്ന വളരെ റിച്ച് ആയിട്ടുള്ള റിസോഴ്സ് ആയിട്ടുള്ള മൈൻസും ഏരിയയും എല്ലാം ഈ അലീസ് ഏറ്റെടുത്തു. Above all, war guilt was imposed on Germany and was disarmed. അൽസാക് ലൊറൈൻ ഏരിയയെ കുറിച്ച് നേരത്തെ പറഞ്ഞില്ലേ, അത് ഫ്രാൻസ് ഏറ്റെടുത്തു. ജർമ്മനി എന്ന് പറയുന്നത് മിലിറ്ററൈസ് ചെയ്തു. ജർമ്മനിക്കും ഫ്രാൻസിനും ഇടയ്ക്ക് ഒരു റീജിയൻ ഉണ്ടാക്കി, കംപ്ലീറ്റ്ലി ഡീമിലിറ്ററൈസ്ഡ് റീജിയൻ. ജർമ്മനിക്ക് ഇത്ര മിലിറ്ററി സ്ട്രെങ്തേ പാടുള്ളൂ, വാർഷിപ്പുകൾ പാടില്ല, അങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വെച്ചു. അതുകൂടാതെ ലാക്സ് ഓഫ് റുപ്പീസ് ഓർ ലാക്സ് ഓഫ് പൗണ്ട്സ് പെനാൽറ്റി ആയിട്ട് പേ ചെയ്യണം എന്ന രീതിയിൽ ഒരു പ്രൊവിഷൻ കൊണ്ടുവന്നു. ഇസ് ദാറ്റ് ഓക്കെ? സോ അത് കഴിഞ്ഞ് വരുന്നതാണ് എക്കണോമിക് ഡിപ്രഷൻ എന്ന് പറയുന്നത്. എക്കണോമിക് ഡിപ്രഷൻ വരാതിരിക്കുമോ? കാര്യം എന്താ, ഇത്രയും വലിയൊരു വാർ നടന്നു, അതിന്റെ ഫലമായിട്ട് എക്കണോമിക് ഡിപ്രഷൻ പക്കായാണ്. എക്കണോമിക് ഡിപ്രഷൻ എന്ന് വെച്ചാൽ എന്തോ, പെട്ടെന്ന് പൈസ എല്ലാം നമ്മളുടെ കയ്യിൽ നിന്ന് ഇവാപറേറ്റ് ആയി. നൗ വി ഡോണ്ട് ഹാവ് മണി. പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗുഡ്സ് ഉണ്ട്, അത് വിൽക്കണമെങ്കിൽ മേടിക്കാൻ ആൾക്കാരുടെ പൈസ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾക്ക് ഇപ്പൊ നടക്കുന്ന കൊറോണ ടൈം, ഈ കൊറോണ ടൈം കഴിഞ്ഞ ബിസിനസ് ഓൾമോസ്റ്റ് സ്റ്റോപ്ഡ്. വേൾഡ് വാറിൽ പോലും ഇങ്ങനെ ഒരു സ്റ്റോപ്പിംഗ് വന്ന് കാണത്തില്ല, അത്രയും വലിയൊരു സ്റ്റോപ്പാണ് ഇപ്പൊ നടന്നിരിക്കുന്നത് കൊറോണ, ഡ്യൂ ടു കൊറോണ. ഇതിന്റെ എഫക്റ്റ് വരാൻ പോകുന്ന ഇനിയുള്ള മാസങ്ങളിലാണ്. ഒരു എക്കണോമിക് ഡിപ്രഷൻ, വി ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ടൺസ് ഓഫ് ലാക്സ് ഓഫ് കാർസ് എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്, വെയർ ദേ വിൽ സെയിൽ ദാറ്റ്. ലാക്സ് ഓഫ് പ്രൊഡക്ട്സ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്, വെയർ ദേ ആർ ഗോയിങ് ടു സെൽ ദീസ്. Is that okay? So economic depression, നിങ്ങൾക്ക് മനസ്സിലായി കാണും എക്കണോമിക് ഡിപ്രഷൻ എന്താണെന്ന്. So economic depression, let's see. The United States of America was not affected by the war. വേൾഡ് വാറിന്റെ അവസാനത്തെ പാർട്ടിൽ USA ചെറുതായിട്ടൊന്ന് ഇൻവോൾവ് ആകുന്നെങ്കിൽ പോലും United States of America is not affected by the war. Why? Because the war was fought on European soil. The major participants of the war was European countries. USA was not part of that. Hence, the European nations managed to get loans from USA. USA എന്തോ ചെയ്തെന്ന് അറിയാമോ? വേൾഡ് വാർ ഫസ്റ്റിന്റെ ടൈമിൽ USA ഈ കൺട്രീസ് എല്ലാം അവർ ഫൈറ്റ് ചെയ്യുമല്ലേ, ഫൈറ്റ് ചെയ്യുമ്പോൾ അവർ ലോൺ എടുത്താലും ഫൈറ്റ് ചെയ്യും. അവർ they needed a large amount of weapons. ഈ വെപ്പൺസ് എല്ലാം ലോൺ എമൗണ്ടിൽ USA അവർക്ക് ട്രേഡ് ചെയ്തു. Are you getting that? So അതുകൂടാതെ മറ്റുള്ള ഫുഡ് ക്രോപ്സ്, മറ്റുള്ള പ്രൊഡക്ട്സ് ഇതെല്ലാം USA എക്സ്പോർട്ട് ചെയ്തു. USAയുടെ ഇന്റേണൽ മാർക്കറ്റ് ഡെവലപ്പ് ആയി, USAക്ക് ഒരുപാട് എമൗണ്ടും കിട്ടി. അതർ ദാൻ ദാറ്റ്, ഡീപ്പ് ഡെപ്റ്റിൽ, വളരെ ആഴമേറിയ വളരെ വലിയ കടത്തിൽ മുങ്ങിത്താണ് പല യൂറോപ്യൻ നേഷൻസും. സോ ദ യൂറോപ്യൻ നേഷൻസ് മാനേജ് ടു ഗെറ്റ് ലോൺസ് ഫ്രം ദ USA. ഇത് മണിയായിട്ടല്ല ലോൺസ് കിട്ടിയെന്ന് പറയുന്നത്, കാര്യം മണിയല്ല അവർക്ക് വേണ്ടത്, വെപ്പൺസ് വേണം, സപ്ലൈ വേണം. ദീസ് ഓൾ പ്രൊവൈഡഡ് ബൈ ദ USA ഫ്രീ ഓഫ് കോസ്റ്റ് ആസ് എ ലോൺ. So consequently, American dollar overtook British pound as the basis of foreign exchange holding. United States of America emerged as the new economic power outside the Europe. Now, after the First World War, the European nations diminished. Their power gone, their economic cloud gone. USA became the winner. USA became the successor. The economic growth of USA did not last long. The economic growth of USA did not last long. Why? Because the world was thrown into economic crisis in 1929. So 1929 ഒരു എക്കണോമിക് ഡിപ്രഷൻ വന്നു, എല്ലാ സ്റ്റോക്കും ക്രാഷ് ചെയ്തു. കാര്യം എന്താ, എല്ലാവരും പ്രൊഡക്റ്റ് ഉണ്ടാക്കി വെച്ചു. ഫോർ എക്സാമ്പിൾ USA തന്നെ ഈ വാർ മുന്നിൽ കണ്ട് ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ടാക്കി വെച്ചു. പക്ഷെ സഡൻലി 1918 യുദ്ധം തീർന്നു. ഇനി അവരെന്ത് ചെയ്യും? മോസ്റ്റ് ഓഫ് ദ പ്രൊഡക്ട്സ് അവർ ലോണിലാണ് കൊടുത്തത്. പൈസ കിട്ടിയെങ്കിലല്ലേ കാര്യം നടക്കൂ. Are you getting that? Let's look at the impact of economic depression. People who became pauper എന്ന് വെച്ചാൽ പൈസ ഇല്ലാത്തവരായി മാറി. People who became pauper because of the war couldn't afford the commodities. Goods were kept unsold in factories. European nations failed to repay their debt to the USA. So banks collapsed. So European banks അല്ലേ ഒരുപാട് ലോൺ കൊടുത്തത്, പൈസ തിരിച്ചു കിട്ടില്ലെങ്കിൽ ആ ബാങ്ക്സ് എന്തോ ചെയ്യും? കടമുണ്ട് സംഭവിച്ചു, പക്ഷെ പൈസ തിരിച്ചു കിട്ടണ്ടേ. So inflation became uncontrollable. പ്രൈസ് ഒരുപാട് കൂടി പ്രൊഡക്ട്സിന്. Acute unemployment and poverty, വളരെ രൂക്ഷമായ പ്രോബ്ലം. We are waiting that after corona. To overcome this crisis, European nations adopted a strategy of imposing heavy taxes on colonies. So നമ്മളിപ്പോഴുള്ള കൊളോണിയൽ കൺട്രീസിനാണ് പിന്നെ അവർ ടാക്സ് ഇമ്പോസ് ചെയ്യാൻ തുടങ്ങിയത്. കാര്യം മാക്സിമം നമ്മുടെ കോളനീസിൽ നിന്ന് പിഴിഞ്ഞെടുത്തെങ്കിൽ മാത്രമേ അവരുടെ ലോൺ പേ തീർക്കാൻ പറ്റൂ, അവർക്ക് ഇനി വീണ്ടും തിരിച്ചു വരാൻ പറ്റൂ. Therefore, the economic crisis
of imperialist nations became a burden to the colonies including India. Okay. So Black Thursday എന്ന് പറയുന്നത് 24 October 1929 എന്നാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ക്രാഷ് ആയത്. ക്രാഷ് മീൻസ് പൈസ എല്ലാം പോയത്. അതിന്റെ ഫലമായിട്ട് വന്നതാണ് ഫാസിസം, നാസിസം. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ വി വിൽ കണ്ടിന്യൂയിങ് വിത്ത് ഫാസിസം, നാസിസം. ഫാസിസം, നാസിസത്തിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ വേൾഡ് വാർ ഫസ്റ്റ് തന്നെയാണ്. വേൾഡ് വാർ ഫസ്റ്റിന് ശേഷമുള്ള പീസ് ട്രെറ്റ് ആണ് ഫാസിസം, നാസിസത്തിനുള്ള കാരണം. ഫാസിസം, നാസിസത്തിനുള്ള കാരണം എക്കണോമിക് ഡിപ്രഷൻ ആണ്. ഫാസിസം, നാസിസത്തിനുള്ള കാരണം ഇംപ്രോപ്പർ എക്സിക്യൂഷൻ ഓഫ് ട്രെറ്റി ഓഫ് വെഴ്സൈലിസ് ആണെന്ന് ഞാൻ പറയും. ഇനി ഫാസിസവും നാസിസവും കാരണമാണ് സെക്കൻഡ് വേൾഡ് വാർ ഉണ്ടായെന്ന് നമുക്ക് പറയാം. ഓക്കെ. ഇനി നിങ്ങളുടെ ബുക്കിൽ പറയാത്തൊരു കാര്യം എന്തുവാണെന്ന് വെച്ചാൽ 1917 റഷ്യയിൽ ഒരു റെവല്യൂഷൻ ഉണ്ടായിരുന്നു. ഒക്ടോബർ റെവല്യൂഷൻ എന്ന് പറയും. ഒക്ടോബർ, റഷ്യൻ കലണ്ടറിൽ ഒക്ടോബർ നടന്നുകൊണ്ട് ഒക്ടോബർ റെവല്യൂഷൻ എന്ന് പറയും. ഓർ ഇതിനെ റഷ്യൻ റെവല്യൂഷൻ എന്ന് പറയും. എന്തുവാണെന്ന് വെച്ചാൽ റഷ്യനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി റൂളിംഗ് വരുന്നതാണ്. സോഷ്യലിസ്റ്റ് ഗ്രൂപ്പിന്റെ റൂളിംഗ് വരുന്ന ടൈമാണ് 1917 എന്ന് പറയുന്നത്. സോ റഷ്യ സ്റ്റാർട്ടിങ്ങിൽ പങ്കെടുത്തെങ്കിൽ പോലും USSR എന്ന് പറയുന്നത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം വരുന്ന കൺസെപ്റ്റ് ആണ് USSR എന്ന് പറയുന്നത്. സോ റഷ്യ 1914 റഷ്യ വേൾഡ് വാർ ഫസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് 1917 ആയപ്പോഴത്തേക്ക് അവർ പുൾ ഔട്ട് ചെയ്തു. കാര്യം സോഷ്യലിസ്റ്റ് ഗ്രൂപ്പിന്റെ അവരുടെ മെയിൻ പോളിസി എന്ന് പറയുന്നത് വി ഡോണ്ട് വാണ്ട് ടു ബി ആൻ ഇമ്പീരിയലിസ്റ്റ് എനിമോർ, ഞങ്ങൾക്ക് കോളനീസും കാര്യങ്ങളൊന്നും വേണ്ട. ആ രീതിയിൽ കാര്യം മാക്സിമം എക്സ്പ്ലോയിറ്റേഷൻ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് വർക്കേഴ്സ് ഗ്രൂപ്പിന്റെ ഇഷ്ടം എന്ന് പറയുന്നത്. സോ 1917 റഷ്യൻ റെവല്യൂഷന് ശേഷം റഷ്യ പിന്മാറി അതിൽ നിന്ന്. അത് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. സോ 1918 വേൾഡ് വാർ എൻഡ് ആകുമ്പോൾ അതിനകത്ത് റഷ്യ ഇല്ല. ഓക്കെ, റഷ്യ നിരുപാധികം പിന്മാറി. സോ ഫാസിസം ആൻഡ് നാസിസം വളരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ റഷ്യൻ റെവല്യൂഷൻ ആണ്. റഷ്യയിൽ വന്ന ഈ സോഷ്യലിസ്റ്റ് ഗ്രൂപ്പിന്റെ, ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മളുടെ ഈ ക്യാപിറ്റലിസ്റ്റ് ഗ്രൂപ്പായിട്ടുള്ള ബ്രിട്ടീഷും ഫ്രഞ്ചും പലതരത്തിലെ ഇവന്മാരെ സപ്പോർട്ട് ചെയ്തു. സോ ബ്രിട്ടീഷിന്റെയും ഫ്രാൻസിന്റെയും ഈ യൂറോപ്യൻ ക്യാപിറ്റലിസ്റ്റ് ഗ്രൂപ്പിന്റെ ഒരു തരത്തിലുള്ള പ്ലേ ആണ് അഗെയിൻ വേൾഡ് വാർ 2 കാരണമാകുന്നത്. സോ കൂടുതൽ ഡീറ്റെയിൽ ഐ വിൽ ബി ഡിസ്കസിംഗ് ഇൻ ദ തേർഡ് ക്ലാസ്. നെക്സ്റ്റ് ഫാസിസവും നാസിസവും വേൾഡ് വാർ 2 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കാം, എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ പറയാം.